നമസ്കാരം. ഇന്ന് തലതിരിഞ്ഞൊരു ടീച്ചറെയാണ് പരിചയപ്പെടുത്തുന്നത്. സിന്ധു വട്ടക്കുന്നിൽ, വയനാട്ടുകാരിയാണ്. ഞങ്ങൾ PSC എഴുതാനൊക്കെ ആയിട്ട് മറ്റ് ജില്ലകളിലൊക്കെ പോകുമ്പോൾ പണ്ട് ചോദിക്കുമായിരുന്നു, ഇപ്പോഴും വസ്ത്രമൊന്നും ധരിക്കാതെ പൂർണ്ണ നഗ്നരായി പോകുന്ന ആൾക്കാരൊക്കെ വയനാട്ടിലുണ്ടോ എന്ന്. ഒരു കാട്ടുമനുഷ്യരെ പോലെയൊക്കെയാണ് നമ്മുടെ ജീവിത രീതി എന്നൊക്കെയാണ് പലരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലും നന്നായി ചിന്തിക്കുന്നവരും എഴുതുന്നവരും വായിക്കുന്നവരും ഒരുപാട് കഴിവുള്ളവരൊക്കെ ഉണ്ട്, എല്ലാ വിഭാഗത്തിലും. അപ്പോൾ സിന്ധു ടീച്ചറെ നമുക്കിന്ന് പരിചയപ്പെടാം. തലതിരിഞ്ഞ ആ രീതികളെക്കുറിച്ച്, അതിൽ നിന്ന് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അക്ഷരങ്ങൾ, മിറർ റൈറ്റിംഗ് അല്ലേ, അതിലിപ്പോൾ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? നിലവിൽ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള കലാംസ് വേൾഡ് റെക്കോർഡ് 2004. അത് കഴിഞ്ഞ വർഷം മാർച്ച് 8 ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഫംഗ്ഷൻ. അവിടെ പോയി സന്തോഷത്തോടെ അവാർഡ് സ്വീകരിച്ചു. പിന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ നെക്സ്റ്റ് ഇയർ ജനുവരിയിൽ ഡൽഹി ആയിരിക്കും. അപ്പോൾ പോകണം, വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. വയനാട്ടുകാരിക്ക്, അതായത് ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും മകൾക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ അക്ഷരങ്ങളെ തിരിച്ചെഴുതി റെക്കോർഡൊക്കെ വാങ്ങിക്കാമെന്ന്. എങ്ങനെയാണിത് എഴുതാൻ തുടങ്ങിയത്? ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് എങ്ങനെ ഒരു ആഗ്രഹം വന്നത്? ഹൈസ്കൂൾ കാലഘട്ടത്തിൽ. അന്ന് TV എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നു. അതിൽ ദൂരദർശൻ ചാനലിൽ ഒരു അധ്യാപകനാണെന്ന് കരുതുന്നു, ഞാൻ ഓർക്കുന്നില്ല, എഴുതിയ ആ ഒരു കണ്ടിട്ടാണ്, ആ ഒരു എഴുത്ത് കണ്ടിട്ടാണ് ഞങ്ങൾ വെറുതെ ഒന്ന് എഴുതി തുടങ്ങിയത്. മുതിർന്ന 7 പേരുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമായിരുന്നു. ഏട്ടന്മാരും ചേച്ചിമാരും എഴുതുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കത്തെഴുത്താണല്ലോ, ഫോണില്ല, മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തെഴുത്തായിരുന്നു. അപ്പോൾ കത്തിൽ 25 പൈസയുടെ കാർഡിൽ ഒക്കെ തലതിരിച്ച് എഴുതി അയക്കുമായിരുന്നു, വിശേഷങ്ങൾ പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെ എഴുതി. പിന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോഴേക്കാണ് അത് കുറച്ചുകൂടി ഒന്ന് എല്ലാവരും അറിഞ്ഞു, കൂട്ടുകാർ പഠിക്കാൻ തുടങ്ങി. പിന്നെ പരസ്പരമുള്ള എഴുത്തുകൾ അങ്ങനെയായി, കവിത എഴുതുന്നത് അങ്ങനെയായി, ഡയറി എഴുതുന്നത് അങ്ങനെയായി. ഇന്നത്തെ പോലെ എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ളൊരു ധൈര്യം അന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാം ഒളിച്ചു വെക്കുക, കാണാണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലാം തലയിരിച്ചെഴുതും, ആരും വായിച്ചാൽ മനസ്സിലാകാതിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് B.Ed ഒക്കെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും അത് അറിയാൻ തുടങ്ങി. എല്ലാവരും അതിനെ അംഗീകരിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പോയി. പിന്നീട് മനോരമ ചാനലിലും പത്രത്തിലും ദീപിക അങ്ങനെയൊക്കെ ന്യൂസ് വന്നു. അങ്ങനെ ഇതിലൂടെ കുറേം കൂടി ദൂരം മുന്നോട്ട് പോയി. ഇപ്പോഴും എഴുതുന്നു നിരന്തരം. ഞങ്ങളും പഠിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അന്നും ആരും കാണാതെയൊക്കെയാണല്ലോ ഒരു പ്രണയലേഖനം എഴുതുകയാണെങ്കിൽ പോലും. അപ്പോൾ അതിനും ഇതുപോലെ വ്യത്യസ്തമായ ലിപികൾ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ എങ്ങനെ നോക്കിയാലും കൂട്ടുകാരൊക്കെ തന്നെ ഒറ്റിയിട്ട് അത് പിടിക്കപ്പെടും. അതുകൊണ്ട് ആ ലിപിക്കോ ആ രീതിക്കൊന്നും ഒരു അധികം ഒരു വ്യാപ്തി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആയുസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മൊയ്തീൻ്റെ കാഞ്ചനമാലയെ കാണാൻ വേണ്ടി പോയ സമയത്ത് കാഞ്ചനമാല അവരെഴുതിയ പ്രണയലേഖനങ്ങളുടെ ആ ലിപിയൊക്കെ എന്നെ കാണിച്ചു തന്നു. അതും അവർക്ക് 2 പേർക്കും വായിക്കാൻ പറ്റുന്ന കോഡ് ഭാഷ അതെന്നെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ 2 അവാർഡ് കിട്ടിയല്ലോ, അത് ഏതാ എഴുതിയത്? എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയാവോ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇത് 3 ഭാഷകളിൽ ഞാൻ നാഷണൽ ആന്തം, നമ്മുടെ ദേശീയ ഗാനം 6.5 മിനിറ്റ് കൊണ്ട് എഴുതി. തലതിരിച്ചെഴുതി. നിലവിലുള്ള റെക്കോർഡ് അതിനേക്കാൾ കൂടുതൽ സമയമാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എഴുതി നിലവിലുള്ള റെക്കോർഡ് ഭേദിക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ എന്തു പറയുകയാണെങ്കിലും അത് തലതിരിച്ചെഴുതുമല്ലേ? ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും 3 ഭാഷയിലും എഴുതും. അതൊരു രസം. ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തലതിരിച്ചെഴുതുന്നതുകൊണ്ട്? ഇല്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് തമാശകൾ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. B.Ed പഠിക്കുന്ന സമയത്ത് സൈക്കോളജിക്ക് 200 പേര് ഒന്നിച്ചിരിക്കുന്ന ക്ലാസ്സിൽ ഇങ്ങനെ അന്ന് കുറിപ്പ് എഴുതി വെറുതെ തമാശ എഴുതി വിടുക. അങ്ങനെ തമാശ എഴുതിയ പിള്ളേർ പാസ് ചെയ്ത് ഞങ്ങളെ സൈക്കോളജി പഠിപ്പിച്ചിരുന്ന മാഷിന്റെ കയ്യിലെത്തി. മാഷ് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് മാഷ്ക്ക് മനസ്സിലാവുന്നില്ല ആരാ എഴുതിയെന്ന്. അവസാനം എണീറ്റ് നിന്ന് പറയേണ്ടി വന്നു. പക്ഷെ വഴക്കൊന്നും പറഞ്ഞില്ല, അതെല്ലാവരും ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അതുപോലെ എൻ്റെ നാട്ടിൻപുറത്ത് 1-2 പേരൊക്കെ പലപ്പോഴും ചില ഭാഷകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിലവിലെ മലയാളം തന്നെ അതിലെ ഒരു അവസാനത്തെ അക്ഷരം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വേർഡ് ലാസ്റ്റിലേക്ക് കൊടുത്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ കഴിയില്ല. അവരുടെ ആശയവിനിമയങ്ങൾ ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തായാലും എന്താ പറയുക, വെറുതെ ഒരു രസത്തിന് തലതിരിച്ച് എഴുതി നോക്കിയത് എന്താ പറയുക, പ്രശസ്തിയുടെ കൊടുമുടി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതെ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോ അടുത്തത് ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യെത്താത്ത ഒരു ദൂരത്താണ്. അല്ല, ഇവിടെ എത്തിയെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും അതും കയ്യെത്തും. ഒന്ന് ശ്രമിച്ചു നോക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ കവിതകൾ അതൊന്ന് പ്രസിദ്ധീകരിക്കണം. കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ മുഴുവൻ തലയിരിച്ച് എഴുതുമായിരുന്നു. ഇപ്പൊ പിന്നെ നേരെ തന്നെ എഴുതി ആനുകാലികങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ വരുന്നു. അതിനെ ഒരു ബുക്കായിട്ട് ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഇപ്പം. അതുകൂടി ഒരു ചെറിയ ആഗ്രഹം. പിന്നെ റെക്കോർഡുകൾ, അതോടൊപ്പം എല്ലാവരും തലതിരിഞ്ഞ് ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അങ്ങനെ അറിയപ്പെടുന്നു ഇപ്പം എവിടെ ചെന്നാലും. തലതിരിഞ്ഞ അതൊരു സന്തോഷമുള്ള കാര്യം. കുട്ടികൾ പഠിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറെ കുട്ടികൾ അത് പഠിച്ചു എൻ്റെ അടുത്ത് വന്ന് എഴുതി കാണിക്കാറുണ്ട്. അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. എത്ര വർഷം? 7 വർഷം. 7 വർഷം. അപ്പോൾ എനിക്ക് സിന്ധു ടീച്ചർ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ ഒരു ചന്ദനക്കുറി തൊട്ട് തരും. എന്നും അമ്പലത്തിൽ പോയിട്ടാണ് വരിക. അപ്പോൾ ഇത് കണ്ടപ്പോൾ കമ്മിറ്റിയിലുള്ള 1-2 പേരൊക്കെ ചോദിച്ചു, അതെന്താ അങ്ങനെ തൊട്ട് തരുന്നതെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എനിക്ക് അങ്ങനെ തൊട്ട് കൊടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അതൊരു അമ്മയും മകനും പോലെയുള്ള ഒരു ആത്മബന്ധമാണ്. ചിലപ്പോൾ ഒരു ഗുരുവും ശിഷ്യയും പോലുള്ള ഒരു ആത്മബന്ധമാണ്. ചില സമയത്ത് നല്ല കൂട്ടാണ്. എന്നെ ഈ ലോകത്ത് ജോ എന്ന് വിളിക്കുന്ന 3 പേരുള്ളൂ. ഒന്ന് സിന്ധു ടീച്ചറാണ്, ഒന്ന് എൻ്റെ ഓഫീസിലെ ക്ലർക്ക് യൂസഫാണ്, പിന്നെ ഒന്ന് സിന്ധു എന്ന പേരിൽ തന്നെ കാർവാറിൽ ജോലി ചെയ്യുന്ന ഒരു കണക്കധ്യാപികയാണ് സിന്ധു ടീച്ചർ. ഇവർ 3 പേരും എന്നെ ജോ എന്ന് വിളിക്കാറുള്ളൂ. അപ്പോൾ ആ വിളിയും ആ പേരും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, ചന്ദനം ചാലിച്ച് നെറ്റിയിൽ തൊട്ടപ്പോൾ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ജോഷിയും അത്രയും സുന്ദരനായിരുന്നു. എന്നെ കുറിച്ച് കവിത എഴുതിയതാട്ടോ. അത് പിന്നെ ഒന്ന് തരണം, നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കൊടുക്കാം. എന്തിനെക്കുറിച്ചും കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായിരിക്കണം, ഉള്ളിൽ നന്മയുണ്ടായിരിക്കണം. ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു മെച്ചം എന്താണെന്ന് എൻ്റെ മോൻ ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഷനുജ എന്ന് പറഞ്ഞ ടീച്ചറുടെ വീട്ടിൽ കൂടലായിരുന്നു. ടീച്ചർ ഇപ്പോൾ സ്കൂളിലില്ല, ലീവിലാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചു. എന്നെ വിളിക്കാൻ മറന്നുപോയവർ. അപ്പോൾ ഞാൻ ബത്തേരി ടൗണിലെത്തിയ സമയത്ത് അറിയുന്നത് അവരുടെ വീട്ടിൽ കൂടലാണെന്ന്. ഞാൻ മോനും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് വന്നു, അതിൽ പങ്കെടുത്തു. അപ്പോൾ അവർക്ക് ഒത്തിരി സ്നേഹമായി. കാരണം വിളിക്കാതെയാണല്ലോ ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മളെ മറന്നുപോയാൽ പോലും അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക വളർച്ച നമുക്ക് യാത്രയിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെയാണല്ലോ ഇതുപോലത്തെ എഴുത്തും വായനയും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. പറയാനുണ്ടോ? പുതിയ തലമുറയെ കുറിച്ച് വളരെ ആശങ്ക ചില സമയത്തൊക്കെ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ ഗോവ ടൂറിൽ ഞങ്ങളുടെ 9 മുതൽ +2 വരെയുള്ള കുട്ടികളെയും കൊണ്ടാണ് പോയത്. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. മെജോറിറ്റി നല്ല മക്കളാണെന്ന് ബോധ്യപ്പെടുത്തിയൊരു ടൂറാണത്. അപ്പോൾ ടീച്ചറുടെ ഇത്രയും നാളത്തുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ പുതിയ തലമുറ ജെൻസി എന്ന് പറയുന്ന ഈ പുതിയ തലമുറയുടെ പോക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമ്മളങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആശങ്കപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ജീവിച്ച അന്തരീക്ഷത്തിലല്ല അവർ ജീവിക്കുന്നത്. തീർത്തും വ്യത്യസ്തമാണ്. നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നല്ലാതെ അവരെ പൂർണ്ണമായും നമ്മൾ തേച്ച് കുളിപ്പിച്ച് മാറ്റാൻ പറ്റില്ല നമുക്ക്. അതൊരു ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളും അതോടനുബന്ധിച്ച് നമ്മൾ എത്രത്തോളം പുറകോട്ടാണ്, ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളവരെ കമ്പൽ ചെയ്ത ഒരു കാര്യം ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപദേശിച്ച് നന്നാക്കുമെന്ന് ശ്രമിച്ചിട്ടോ കാര്യമല്ല. ഒരു 80% കുട്ടികളും അവരുടേതായ രീതിയിൽ ചിന്തിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ WMOയിൽ വർക്ക് ചെയ്തപ്പം എത്രത്തോളം മനസ്സുകൊണ്ട് സന്തോഷിച്ചോ ആ ഒരു സന്തോഷം ഇപ്പോൾ ഉള്ള കുട്ടികളുടെ അടുത്ത് കിട്ടുന്നില്ല. അത് ഒരുപക്ഷെ തലമുറയുടെ വ്യത്യാസമായിരിക്കാം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ നിങ്ങൾ 80s 90s കിഡ്സ് ആണെന്നും പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ മുഴുവനായിട്ടും കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവരോടൊപ്പം നീങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 9 മുതൽ +2 വരെയുള്ള മക്കളെയും കൊണ്ട് പോയ സമയത്ത് ഞാൻ സ്കൂളിലെ മക്കളാണ്, എൻ്റെ മക്കളാണ്. പക്ഷേ ആ ടൂറിൽ അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹവും ഐക്യവും നമ്മളോടുള്ളൊരു എന്താ പറയുക ആ ഒരു കെട്ടുറപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, ഇവരൊക്കെ എനിക്ക് മക്കളായി ജനിച്ചിരുന്നെങ്കിൽ നിന്ന് ഞാൻ കൊതിച്ചു പോവാന്ന്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ തന്നൊരു ടൂറാണത്. അപ്പോൾ നമുക്കാണേലും ഈ ഉപദേശം ഒട്ടും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ജെൻസിയെ ഉപദേശിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഏജിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കഴിയുമ്പോൾ എന്തായാലും ഒരു 20 വയസ്സിന് ശേഷമൊക്കെ അവർ അവരുടേതായ ഫീൽഡ് തിരഞ്ഞെടുക്കും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർക്കറിയാം, നല്ലതും ചീത്തയും അറിയാം. ചെറിയ ക്ലാസ്സിൽ അറിയില്ല എന്നല്ല, തിരിച്ചറിയുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഏറ്റവും വലിയൊരു വിഷയം ആ ടീനേജിലുള്ളൊരു ഫ്രണ്ട് സർക്കിൾ ഏതാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അച്ഛനെ അമ്മേനേക്കാൾ കൂടുതൽ, അധ്യാപകനേക്കാൾ കൂടുതൽ അവർ ഫ്രണ്ട്സിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ മാറുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ. തലതിരിച്ച് എഴുതുന്ന സമയത്തെ പിന്നെ ഒത്തിരി സ്പീഡ് കുറയോ? ഇല്ല, സ്പീഡ് കൂടുക. സ്പീഡ് കൂടുക. നേരെ എഴുതുന്നതിനേക്കാൾ സ്പീഡ് കൂടും. അത് എഴുതി നിത്യാഭ്യാസി ആന എടുക്കുന്ന പറഞ്ഞാൽ എഴുതി ശീലമായതായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ ആന്തം 6.5 മിനിറ്റ് കൊണ്ട് തലരിച്ചെഴുതിയത്. അതിൽ ഹിന്ദി മാത്രമല്ലേ നമ്മൾ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാത്തതായിട്ടുള്ളൂ. അതുകൊണ്ട് ഹിന്ദി എഴുതുമ്പോൾ ഒരു ലേശം പിടുത്തം വരും. ഇംഗ്ലീഷും മലയാളമൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതി പോകും. അങ്ങനെ കവിതയൊക്കെ എഴുതാറുണ്ടല്ലോ. പെട്ടെന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ രണ്ടുപേര് മനസ്സിൽ വരുന്ന ചൊല്ലാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എപ്പോഴും വിവാദ വിഷയം സ്ത്രീയാണ്. സ്ത്രീയുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്നവരുമുണ്ട്. ഇപ്പോഴും താഴേക്കിടയിൽ അല്ലെങ്കിൽ പുരുഷന്റെ താഴെ തന്നെ നിൽക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷെ അവൾ അങ്ങനെയൊന്നും അല്ല എന്നിന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞിരുന്നു. 8 ദിവസമല്ല 8 മാസമാണ് നമ്മുടെ സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുപോലെ നിരവധി മേഖലകളിൽ കരുത്ത് തെളിയിക്കുന്ന സ്ത്രീയെക്കുറിച്ച് എഴുതിയ ഒരു കവിത ഞാൻ ചൊല്ലാം. സ്ത്രീ എന്നാണ് കവിതയുടെ പേര്. മൗനത്തിന്റെ ഓടാമ്പൽ നീക്കി പുറത്തിറങ്ങിയപ്പോൾ മഹാമൗനങ്ങളെല്ലാം കലമ്പിച്ചു. മതിൽക്കെട്ട് ഭേദിച്ച് പുറഞ്ചാടിയപ്പോൾ മതിലുകളെല്ലാം അടർന്നു വീണു. വിതച്ചതെല്ലാം കൊയ്യാനിറങ്ങിയപ്പോൾ ബാല്യക്കാരി എന്ന പദവി ഇല്ലാതായി. വളയിട്ട കൈകൾ വളയം പിടിച്ച് വലിയതിനെയും വളച്ചെടുത്തു. അമ്പരചുംബിതമായ ഗിരിശൃംഗങ്ങളിലും ആകാശപക്ഷിയിലും അനായാസേന കയറിയിറങ്ങി. പട്ടുപാവാടയും പർദ്ദയും പനയോലക്കുടയും പലതായി വലിച്ചെറിഞ്ഞു. പാവമെന്ന വാക്കിനപ്പുറം പദവിയാണ് പരമസുഖമെന്നറിഞ്ഞു. വാക്കിനും നാക്കിനും ഊക്കുണ്ടെങ്കിൽ, വിയർപ്പിന് വിലയുണ്ടെങ്കിൽ വാനോളം എത്താമെന്ന് തിരിച്ചറിഞ്ഞു. അവൾ പുതിയ യുഗത്തിന്റെ പിറവിയാണ്. പുതിയ പ്രഭാതത്തിന്റെ രശ്മിയാണ്. പുത്തൻ പ്രതീക്ഷകളുടെ പൂങ്കാവനമാണ്. പുതിയ യുഗം തന്നെയാണ്. ഇത്രയും സ്ത്രീക്ക് മാറാൻ കഴിയുമെങ്കിൽ ഇനി നാളെ ഇതിനേക്കാൾ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്നൊന്നും പറഞ്ഞാൽ അർത്ഥമില്ല. ഇന്ന് വളരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ ദ്രൗപദി മുർമു ഇപ്പം പ്രഥമ വനിതയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇനിയുള്ള തലമുറയിൽ നടക്കില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാവട്ടെ, നമ്മുടെ KR നാരായണൻ രാഷ്ട്രപതിയായിട്ട് പിരിഞ്ഞ അദ്ദേഹം, അങ്ങനെ എത്രയോ ആൾക്കാർ എഴുത്തിന്റെ മേഖലയിലേക്ക് പോയാലും നിറയെ ശരൺകുമാർ ലിംബാളെ അടക്കമുള്ള ഒരുപാട് എഴുത്തുകാർ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് കരുത്തുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാമെന്ന് തെളിയിക്കുന്നവരാണ് ഇവരൊക്കെ. സമൂഹത്തിൻ്റെ ഒക്കെ പിന്നാമ്പുറങ്ങളിൽ അടിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട ഒത്തിരി പാവങ്ങളുണ്ട്. അവരൊക്കെ ഒന്ന് പുറം ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഒന്ന് നട്ട് നനച്ച് വളർത്താൻ ശ്രമിക്കുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ഒരു മൈൻഡുണ്ട്. സമൂഹത്തിലെ മെജോറിറ്റിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ഹിഡൻ അജണ്ടകൾ വരെയുണ്ട്. അങ്ങനെ നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും അദൃശ്യമായ ചിന്തകൾ കൊണ്ടുവരെ അവരെ ഒറ്റപ്പെടുത്തി വളരാൻ അനുവദിക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഡെവലപ്പായി വന്ന ഒത്തിരി ആദിമ ഗോത്ര വിഭാഗങ്ങളുണ്ട്, ഇപ്പോഴും ഡെവലപ്പ് ആവാത്തവരുമുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്ന് മുതൽ നമ്മൾ ഇവിടുത്തെ ഈ ഗോത്ര വിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ 99% ഇവരിലേക്ക് എത്തുന്നില്ല. ഇടനിലക്കാർ അത് ചൂഷണം ചെയ്തു പോവുകയാണ്. ഇപ്പോഴും അത്തരം മനുഷ്യരെ നമ്മളൊന്ന് വളർത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. സമൂഹം അതിനെ ഉണക്കാൻ ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? സമൂഹം മാറേണ്ടതില്ലേ? തീർച്ചയായിട്ടും. മനുഷ്യൻ എത്ര പുരോഗതി വന്നാലും, എത്ര തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എത്ര ഉയരത്തിലാന്ന് പറഞ്ഞാൽ ശരി, ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ഈഗോയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? നീ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ ഞാനത് അംഗീകരിക്കുന്നതിന് പകരം അതിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു 70% ആൾക്കാർക്കും ഉള്ളതെന്ന് തോന്നുന്നു. ഇനി ഞാൻ എത്ര നല്ല ആളാണെന്ന് വേദിയിൽ മുഷ്ടി ചുരുട്ടി പറഞ്ഞാൽ ശരി, എൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു കോംപ്ലക്സ് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല, ഒരുതരം ഈഗോയാണത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ താഴ്ത്താനേ ശ്രമിക്കുകയുള്ളൂ.
നിന്റെ നല്ലത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഉയർത്തിപ്പിടിക്കാൻ വളരെ ചുരുക്കം പേര് ശ്രമിക്കുന്നുള്ളൂ, അല്ലെ, അംഗീകരിക്കുന്നുള്ളൂ. അതാണ്, നല്ലതിനെ അംഗീകരിക്കാൻ എപ്പോഴും വിഷമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ കാണുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ താഴേക്കിടയിലുള്ളവരെന്ന് പറയുന്ന അവരെ ഉയർത്തണമെന്ന് സമരം കെട്ടി, കുടിൽ കെട്ടി സമരം നടത്തി പറഞ്ഞാലും ശരി, കുടിൽ പൊളിച്ചു കഴിയുമ്പോൾ വീണ്ടും അവരവരുടെ കുടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം വരും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലതിനെ അംഗീകരിക്കാൻ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം പെട്ടെന്ന് കൈമാറി എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. അത് ശരിക്കും ചൂഷണം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. വളരാനുള്ളൊരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനോ പിന്നെ സമൂഹം തയ്യാറാവുന്നില്ല. പിന്നെ അവിടെയൊക്കെ ഇവരുടെയൊക്കെ ഉള്ളില് ഞാൻ വലുത് നീ ചെറുത്, എന്റെ ജാതി ഇത് നിന്റെ ജാതി ഇത്, എന്റെ രാഷ്ട്രീയം ഇത് നിന്റെ രാഷ്ട്രീയം ഇത്, ഇത്തരം ഹിഡൻ അജണ്ടകളുണ്ട്. ആ അവസ്ഥ അല്ലെ ആ ഈഗോ അത് മാറാത്തിടത്തോളം കാലം ഇവിടെ അടിയാളനുണ്ടാവും, ജന്മിയും എന്നും ഉണ്ടാവും. അതിന് മാറ്റം വരണമെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയപരമായ ചിന്തകളിലൂടെ മാറ്റം വന്നാലും മനുഷ്യന്റെ ഉള്ളില് ആ മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രസകരമായ വാർത്ത വായിച്ചിരുന്നു. പല വീടുകളും ചെന്ന സമയത്ത് അവിടെ വയസ്സായ മനുഷ്യർ മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ ഈ നാട് വിട്ട് ദൂര സ്ഥലങ്ങളിലാണ്. ഇനി അടുത്തൊരു ഇലക്ഷനിലൂടെ വരുന്ന സമയത്ത് അതുപോലും ഉണ്ടാവില്ല. ഇവര് മരണപ്പെട്ടാൽ ആളൊഴിഞ്ഞ വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മജീഷ്യൻ മുതുകാട് സാറോട് ഒരിക്കൽ ചോദിച്ചു, ഞാനൊരു അധ്യാപകനാണ്, ടീച്ചർ അധ്യാപികയാണ്, നമ്മൾ പഠിപ്പിച്ച മക്കൾ ഒത്തിരി പേര് ഈ നാട്ടിലില്ല, അവര് വിട്ടുപോവുകയാണ്, എന്താണ് അതിന് ചെയ്യാൻ പറ്റുകയാണെന്ന്. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്, ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ വോട്ട് ബാങ്കുകൾ കുറയാണ്, വോട്ട് ചെയ്യേണ്ട മനുഷ്യരിവിടെ ഇല്ല, മറ്റു നാടുകളിലേക്ക് ചേക്കേറി. ഇനിയുള്ളവരും കൂടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടെ എന്താണോ ഇവിടത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടത് നിലനിൽക്കാൻ അത് കൊടുത്തേ പറ്റൂ. എനിക്ക് 2 ഏക്കർ ഭൂമിയുണ്ട്, എനിക്കൊരു വാഴയിലയില്ല, ഞാനൊരു വാഴ ഓരോ വർഷവും 10-100 വാഴക്കുന്നുണ്ട് നടും, മുളച്ചു വരുമ്പോഴേക്കും കുരങ്ങ് നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ മക്കളെ നാട് ഉപേക്ഷിക്കാൻ. ഇവിടെ നമ്മൾ കഥയും കവിതയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ജീവിക്കാൻ ഇവിടുത്തെ മനുഷ്യരെ അനുവദിക്കുന്നില്ല. പല രാജ്യങ്ങളും നമ്മളെക്കാൾ 500 വർഷം അഡ്വാൻസ്ഡ് ആണെന്നാണ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ മക്കള്, അലൻ ബി തോമസ് അടക്കമുള്ള മക്കള് പറയുന്നത്. അവൻ സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ വളരണ്ടേ? നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും വളരണ്ടേ? അതിന് എന്തൊരു മാറ്റമാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ടീച്ചറുടെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ മാറ്റം കൊണ്ടുവരാൻ എൻ്റെയും ടീച്ചറുടെ ഒക്കെ കൈകളിലൂടെ പോകുന്ന ഈ തലമുറയ്ക്കേ പറ്റുള്ളൂ. മറ്റവരുടെ ബുദ്ധിയും ചിന്തയും കുടില തന്ത്രങ്ങളൊക്കെ സിമെന്റിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് ആ സർക്കിളിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല. ചിന്തിക്കേണ്ട ഒരു രാഷ്ട്രീയ തലമുറ ഇവിടെ വളർന്നു വരണ്ടേ? നല്ല പൊളിറ്റിക്സ് പഠിച്ചവര്, മനുഷ്യത്വമുള്ളവര്. അതുണ്ടാവുമോ? നമ്മളിലൂടെ ഉണ്ടാവുമോ? നമ്മളിലൂടെ ഉണ്ടാവിച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിന്തകള് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വീട്, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ അല്ലെ എല്ലാം നമ്മുടെ ആ ഒരു അന്തരീക്ഷം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ അതല്ല. ഇവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിലൊന്നും കിട്ടുന്നില്ല എന്നുള്ള തോന്നലാണ് ഇവിടെ നിന്ന് പറിച്ചു നടാനൊരു പ്രധാന കാരണം എന്ന് തോന്നുന്നു. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്തിട്ടോ ജീവിക്കാൻ ഇന്നത്തെ മക്കള് താല്പര്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കാരണം. അപ്പം അതിനുള്ളൊരു സുസ്ഥിരമായിട്ടൊരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നിടത്തോളം കാലം വരെയും അവർ പുറത്തേക്ക് പോകും. അത് തന്നെയാണ്. ഞാനോ നിങ്ങളോ ആരും പിടിച്ചു നിർത്തിയാൽ നിൽക്കുന്നതല്ല, ആ ഒരു തരക്കാരല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്ത്, അവർ ചെയ്യുന്ന ജോലിക്ക് നല്ല ശമ്പളം കിട്ടുന്നിടത്തേക്ക് അതാണ്. അല്ലാണ്ട് കുടുംബം എന്ന് പറയുന്ന അച്ഛനമ്മ അങ്ങനത്തെ ഒരു ബന്ധം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിലേക്ക് ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എത്തണമെങ്കിൽ നല്ലപോലെ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും തീർച്ചയായിട്ടും. ടീച്ചർ 350ഓളം കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പുസ്തകമാക്കാനുള്ള പരിശ്രമത്തിലുമാണ്. അപ്പോൾ അതിൽ ഒരിക്കലും എനിക്ക് അയച്ചെന്നൊരു കവിതയുണ്ട്. നമ്മുടെ മുരുകൻ കാട്ടാക്കട സാർ എഴുതിയ പോലെ കണ്ണട വേണം എന്ന് പറയുന്ന അത്തരം കാഴ്ചപ്പാടുകളോട് ഒത്തിരി സാമ്യം തോന്നിയതാണ് എനിക്കത്. ആ കവിത ഒന്ന് ചൊല്ലാവോ? കണ്ണട ശരിക്കും ഇന്ന് കണ്ണടച്ച് കാണേണ്ട അവസ്ഥയാണ് എല്ലാം. നമ്മുടെ സമൂഹം എന്ന് പറയുന്ന അത്രത്തോളം മാറുന്നു. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങള് അല്ലെങ്കിൽ സുഹൃത്തുക്കള് ഇതിനൊന്നും യാതൊരു പ്രാധാന്യമില്ലാതെ വെട്ടാനും കൊല്ലാനും തിന്നാനും വരെ മടിക്കാത്ത ഒരു തലമുറയാണ്. അപ്പോൾ ഞാനിവിടെ ഗാന്ധാരി എന്ന പേരിൽ അത്തരത്തിൽ ഈ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയാണ് അധികവും ഞാൻ കവിതയ്ക്ക് വിഷയമാക്കാറുള്ളത്. അത്തരത്തിൽ ഗാന്ധാരി എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലി കേൾപ്പിച്ചു തരാം. ഗാന്ധാരി. ഗാന്ധാരിയാവണം ഇനിയുള്ള കാലം
ഗാന്ധാരദേശത്തെ മൊത്തം ഭരിക്കണം. കൈമൈ മറന്നുള്ള കാരുണ്യം നിർത്തണം. കാണുന്നതൊക്കെയും തട്ടിപ്പറിക്കണം. കള്ളത്തരങ്ങളും കൂട്ടിക്കൊടുക്കലും കൂടെയായെപ്പോഴും കൊണ്ടു നടക്കണം. അച്ഛനെ അമ്മയെ പറ്റിച്ചെടുക്കണം. അക്രമം കാട്ടിയൻ വീട്ടിലെതിർക്കണം. ആരു പറഞ്ഞാലും കൂസാതെ നിൽക്കണം. നേരിൻ വഴികളെ വെട്ടിമുറിക്കണം. വെട്ടം തരുന്നോരെ വെട്ടി വീഴ്ത്തിയിടണം. വിശ്വത്തെയാകെ ഇരുട്ടിനാൽ മൂടണം. വിദ്യയെന്നുള്ള വിത്തത്തെ വിറ്റിടണം. വിദ്യയില്ലാതുള്ള അഭ്യാസം നടത്തണം. നിഴൽ പോലെ എപ്പോഴും കൂടെ നടന്നിടും കൂട്ടിനെയും കളഞ്ഞിടണം. കൂടപ്പിറപ്പിനെ സോപ്പിട്ടെടുത്തിട്ട് കൂട്ടിക്കൊടുക്കുന്നൊരാളായി മാറ്റണം. കുറ്റവും കുറവും നികത്തുന്നവരെയും കുത്തിത്തിരുപ്പുകാരാക്കി മാറ്റിയിടണം. കാണുന്നതൊക്കെയും തല്ലിത്തകർത്തിട്ട് കണ്ണു കാണാത്തത് പോലെ നടക്കണം. ഞാനും ഒരു ഗാന്ധാരിയാവണം. ഇന്ന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന നിത്യകാഴ്ചകളാണിത്. കൂട്ടിക്കൊടുപ്പുകാരും കൊല വിളിച്ച് നടക്കുന്നവരും കൊല്ലുന്നവരുമൊക്കെ അവരെക്കുറിച്ച് എഴുതിയതാണിത്. അപ്പോൾ 380 കവിതകൾ വായിക്കാൻ ഒരു പുസ്തക രൂപത്തിലാവുമ്പോൾ വായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് കാത്തിരിക്കുകയാണ്. ചെമ്പരത്തി പൂവില്ലേ? അധികം കാണുന്ന 2 തരം ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ട്. ഇല്ല, ഇപ്പൊ ഉള്ളവർക്കൊന്നും സുഖമുള്ള ഓർമ്മ അല്ലേ? ഇപ്പൊ ഉള്ളവർക്കൊന്നും ഇതിനുള്ള സമയമില്ല. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും നല്ല തേൻ രുചിയാണ്. അപ്പോഴേ ഇങ്ങനെ ഒരു ചെമ്പരത്തിയും നാട്ടിട വഴികളിലൂടെയൊക്കെ നടക്കാൻ സമയമില്ലാത്ത നമ്മുടെ പുത്തൻ ജൻസി തലമുറയോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ്? പുതിയ തലമുറയോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താം എന്നുള്ളൊരു അനുഭവം എൻ്റെ ജീവിത പാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണത്. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ എൻ്റെ ഈ തലതിരിച്ചെഴുത്ത് കാത്തിരുന്നു ഏറെ വർഷങ്ങൾ വേണ്ടി വന്നു. എന്നാലും എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ടുള്ള മികച്ച അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സംതൃപ്തയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോടും പറയുന്നു, തീർച്ചയായിട്ടും അധ്വാനിക്കുക. അതിനുള്ള ഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ ഉറപ്പായി കിട്ടുമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മക്കളെ, ടീച്ചർ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. ഉപദേശം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഉപദേശമായിട്ട് കണക്കാക്കണ്ട. ഇതില് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളുക. സമയമുണ്ടെങ്കിൽ ഇതുപോലെ നാട്ടിട വഴികളിലൂടെയൊക്കെ നടക്കുക, തേൻ നുകരുക. ഇതൊക്കെ പിന്നീട് ഒരിക്കലും കിട്ടാത്ത സുഖമുള്ള ഓർമ്മകൾ തന്നെയാണ്. ഇല്ലേ? നമ്മുടെ ബാല്യമൊക്കെ അങ്ങനെയല്ലേ? പിന്നെ പറയാനുണ്ടോ? നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് പറയുന്നത്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആ നന്മയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതും ഈ നല്ലൊരു അന്തരീക്ഷവും അതോടൊപ്പം നമ്മളിപ്പോൾ നുണഞ്ഞ ആ ചെമ്പരത്തിയുടെ മധുരവും. ഇത്ര പറഞ്ഞാലും മതിയാവാത്ത അനുഭവമാണ് അതൊക്കെ. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും എത്ര വില കൊടുത്താലും കിട്ടാത്ത അമൂല്യ നിധികളുണ്ട് നാട്ടിൻപുറത്ത്. ഇവിടുത്തെ നന്മയുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ട് ആ സ്നേഹവും കരുതലും. വായോ ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ടീച്ചറെ ഒത്തിരി സന്തോഷം. ഞാൻ വേറെ ടീച്ചർ ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കാവോ? തീർച്ചയായിട്ടും. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി സ്നേഹത്തോടെ. എനിക്കിതിങ്ങനെ നോക്കിയിട്ട് വായിക്കാൻ ഇംഗ്ലീഷ് ഒരു പക്ഷേ കിട്ടുന്നുണ്ട്. പക്ഷെ മലയാളവും ഹിന്ദിയും ഈ പറയുന്ന പോലെ പ്രയാസം തന്നെയാണ്, തലതിരിച്ച് എഴുതിയുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ മിറർ റൈറ്റിംഗ് ചെയ്യണം, അതല്ലെങ്കിൽ നേരെ പ്ലെയിൻ പേപ്പർ ആണെങ്കിലും മറുഭാഗം പഠിക്കുമ്പോൾ കാണും. ഇങ്ങനെ അല്ലേ?
കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചു തരാൻ നോക്കിയോ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ഇവിടേക്ക് വിളിച്ചതിന്, നിങ്ങളോടൊപ്പം ചേർത്തതിന് ഒത്തിരി നന്ദി. ജോഷി ജീവ, WMO ഇംഗ്ലീഷ് സ്കൂൾ, ബത്തേരി.